ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ വന്നേക്കണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു വീട് വയ്ക്കാൻ പോവാണ്. നമുക്ക് ചെറിയതായിട്ട് ഒരു വീട് വയ്ക്കാം. അത്ര വലിയ വീടൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്ത് നല്ല ഭംഗിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട് വയ്ക്കാനുള്ള പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് ഇടക്കണം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ കല്ലിങ്ങനെ വെച്ച് പോവാം. അപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മൾക്ക് രാത്രി ആവാറായിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ബെഡ് എടുത്ത് വെച്ച് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, നമ്മൾ ബെഡ് വെച്ചിട്ട് രാത്രി ആയില്ലേ? എന്ത് രാത്രി ആയില്ലേ? രാത്രി അവിടെ വെളിച്ചം കണ്ട ഗൈസ്. ഇവിടേക്കൊന്നും മോൺസ്റ്റർ വരില്ല എന്ന് തോന്നുന്നു. ലൈറ്റ് കണ്ടിട്ട് മോൺസ്റ്റർ വരില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും രാവിലെ ആയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങാം കേട്ടോ. നമ്മളെ ബ്രിക്ക് കുറവാണ് കേട്ടോ. ഞാൻ ഇൻവെൻറ്ററി നോക്കട്ടെ കേട്ടോ. നമ്മുടെ ബ്രിക്ക് നമുക്കൊന്ന് കളക്ട് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മൾ ബ്രിക്ക് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. അപ്പോൾ നമ്മൾ ആപ്പിൾ കഴിച്ചിട്ടുണ്ട്. ബാക്കി ആപ്പിൾ നമ്മുടെ കുതിരക്കൂട്ടിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആപ്പിൾ കൊടുത്താൽ കയറാൻ പറ്റുന്നു, പക്ഷെ പറ്റിയില്ല. ഈ ഷീപ്പൊക്കെ എന്താ കിടക്കണേ? കുതിരക്കൂട്ട കയറാൻ പറ്റും? നമുക്ക് ഓടിക്കാൻ പറ്റില്ല, കയറിയിരിക്കാൻ പറ്റും. നമുക്കൊന്ന് നമ്മുടെ കല്ല് വെച്ച് തുടങ്ങാം. ഓക്കെ, നമ്മുടെ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓക്ക് പ്ലാങ്ക് വെച്ച് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വോൾസ് പണിത് തീർന്നിട്ടുണ്ട്. ഇനി റൂഫും കൂടി ഉള്ളൂ. പിന്നെ താഴെ നമ്മളെന്തായാലും കല്ലിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഗൈസ്, നമ്മളിപ്പോൾ എങ്ങനെ ഇറങ്ങാം? ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇറങ്ങാൻ പറ്റുമോ? നോക്കാം. ഈ സൈഡിലിട്ട് വയ്ക്കാം. ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാൻ നോക്കാം കേട്ടോ ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ പണിയാൻ വീടിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു ടണല് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ നിറയെ മോൺസ്റ്റേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ നല്ല ലൂട്ടുണ്ടാവും. അയണൊക്കെ നമ്മൾ പോണ വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അയണിനെ നമ്മൾ എടുക്കണത്. നമുക്ക് എന്തായാലും ഡോറ് പണിയാം കേട്ടോ. നമ്മുടെ ഇത് പൊളിക്കാനുള്ള മറ്റേ ആക്സ് ഇല്ല, അത് പൊട്ടിപ്പോയി. പിന്നെ അത് എടുക്കാനുള്ള ഇതുമില്ല. നമ്മുടെ ഒരു ലൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കാട്ടിപ്പോയി എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു കട്ടിൽ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കല്ലുരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കല്ലെടുക്കാൻ പോയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 58 സ്റ്റോൺസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഇടണം, അല്ലെങ്കിൽ ഒരു ഭംഗിയില്ല. ഈ പുല്ലായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് കല്ല് വിരിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ വിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലാഗാവും. ഓക്കെ, അപ്പോൾ ഇവിടെ വിരിച്ച് തീരാറാകുമ്പോഴേക്കും നമുക്ക് കല്ല് തീരും ചെയ്യും. പിന്നെ രാത്രി ആവും ചെയ്യും. ഇനി കല്ലെടുക്കാൻ പോയ മോൺസ്റ്റർ വരും. ഓക്കെ, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കല്ലൊക്കെ പോയി എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇത് ഫില്ല് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കല്ലെടുക്കാൻ പോകണം. നമ്മൾ ആ മലയിൽ നിന്നിട്ട് എടുക്കാൻ പോകണം. അവിടെ ഗുഹ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടത്, ഗുഹയല്ല. ഞാൻ ഇപ്പോൾ വിരിച്ച കല്ലൊക്കെ അവിടെ നിന്ന് എടുത്തത്. വയസ്സ് നമ്മുടെ വീടുണ്ട്, ചെറു കാണില്ല കേട്ടോ ഈ സാധനം കാരണം. അതൊക്കെ നമുക്ക് ഒരു ദിവസം ക്ലിയർ ചെയ്യാം. വയസ്സ് പിന്നെ അവിടെ കോളൊക്കെയാണ്, നമുക്കതൊക്കെ ഒരു ദിവസം എടുക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ കല്ല് വെച്ച് ഇപ്പോൾ നമ്മൾ റൂഫാണ് കേട്ടോ പണിയാണ്. റൂഫ് ഇപ്പോൾ നമ്മൾ സോയിൽ വെച്ചിട്ട് ചെയ്യണേ. കാരണം എന്ന് വെച്ചാൽ നമ്മളത് ടെമ്പററി വീടാണ്, നമ്മൾ പെർമനൻ്റ് ആക്കിയിട്ടില്ല. നമ്മൾ നല്ലൊരു വീട് ഇതിന് നന്നായിട്ട് നമ്മൾ പണിയും. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം.
ഓക്കെ അപ്പോൾ ഇതും കൂടി ഞാൻ നമ്മുടെ റൂഫിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ലൈറ്റും കൂടി വെച്ചാൽ നമ്മുടെ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ഔട്ടാണ്. നമ്മൾ എക്സ്റ്റീരിയർ ഭാഗം നമ്മൾ കുറച്ച് നാളായിട്ട് ഓർത്ത് നമുക്ക് റിസോർട്ട്സ് കിട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ലൈറ്റ് വെക്കാം, അല്ലെങ്കിൽ കൂര് കിട്ടാം. ഗൈസ് പിന്നെ ലൈറ്റ് വെച്ച മോൺസ്റ്റർ വരില്ല എന്ന് തോന്നുന്നു. ഞാൻ ലൈറ്റ് ഉള്ള സ്ഥലത്ത് മോൺസ്റ്ററിനെ കണ്ടിട്ടില്ല. നമുക്കെന്തായാലും ഇത് കഴിഞ്ഞാൽ നമുക്കിനി അയണും പിന്നെ അതൊക്കെ നമുക്ക് എന്തായാലും അത് എടുക്കാൻ പോകട്ടെ. ആ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മൂലയ്ക്ക് വയ്ക്കാം, കഞ്ഞിമൂല നോക്കിയിട്ട് വയ്ക്കാം. കഞ്ഞിമൂല ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ വെറുതെ വെച്ചേക്കണം. നമുക്കെന്തായാലും ഇതിന്ന് ഡോർ എടുക്കാം. 3 ഡോറിൻ്റെ ആവശ്യമില്ല, 3 ആവശ്യമില്ല. ഡോറ് പെയറായിട്ടില്ല ശരിക്കും വേണ്ടത്. 3 വെറുതെ എക്സ്ട്രാ ഒന്നും സാരില്ല. ഓക്കെ, നമ്മളെന്തായാലും ഡോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഓപ്പൺ ആവുന്നൊരു സാധനമുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഇത് അറിയുന്നുണ്ടാവും, ഞാൻ അറിയാത്തവർ കാണിച്ചു തരാം. നമ്മൾ ഓക്ക് പ്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കണം. ഇതൊരു പെയറായിട്ട് കിട്ടുക. നമുക്കത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഡോറിൻ്റെ താഴെ വിരിക്കുക. ഇത് വെച്ചാൽ നമുക്ക് ഉപകാരമുള്ളൂ, കാരണം നമുക്ക് അല്ലെങ്കിൽ ഇത് ഓരോ വട്ടം ഇത് ഓപ്പൺ ആക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ഓപ്പണൊക്കെ തന്നെ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും കാണാം. ടാറ്റാ, ബൈ ബൈ.